നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ സീരീസാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 36/23 വില്ലേജ് ഫീൽഡ് എക്സ്റ്റൻറ്റ് എക്സാമിനേഷൻ നടന്ന എക്സാമിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. 10th ലെവൽ എക്സാമാണ്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം നമുക്ക്. അതിന് മുമ്പ് ഒരു കാര്യം, ആവർത്തന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിടക്കുന്ന എല്ലാ ചോദ്യങ്ങളും അറിയണമെന്നില്ല. പുതുതായി എഴുതുന്നവർക്കും കുറേ എഴുതി ശീലിച്ചവർക്കുമൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും അറിയണമെന്നില്ല. നമ്മൾക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം അതാണ്, നമുക്ക് സിലബസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതിനകത്തുനിന്നുള്ള പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ നമുക്കറിയാത്ത ചോദ്യങ്ങൾ ഉത്തരങ്ങളുണ്ടാവും. അത് ആ ഭാഗം ആ ഏരിയ മാത്രം എടുത്ത് സ്പെഷ്യലൈസ്ഡ് ചെയ്ത് നോട്ട് എഴുതി വെച്ച് പ്രത്യേകം പഠിക്കാം. ഒരു പക്ഷേ 42, 40, 43 മാർക്ക് കിട്ടുന്ന സ്ഥിരമായി കിട്ടുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ചില ഏരിയാസ് പഠിക്കില്ല, ചില ഏരിയ അവർ പഠിക്കില്ല. അത് വെറുതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്ത ഭാഗം ഏതാണോ അത് മനസ്സിലാക്കി ആ ഭാഗം കുറച്ചുകൂടി പഠിക്കുക. കുറച്ചധികം കൂടി പഠിച്ച് മനഃപ്പാഠമാക്കി വെച്ചതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ഒരു 10, 80 മാർക്ക്, 85 മാർക്ക് ഷുവർ കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും പഠിക്കണം. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ 52, 70 മാർക്കൊക്കെ ഒരുപക്ഷെ കിട്ടിയേക്കാം. എന്നാലും നമ്മൾ വേറൊരു ഫ്രഷ് പേപ്പർ ചെയ്യുമ്പോഴത്തേക്കിന്, ഒരു ഫ്രഷ് അല്ലെങ്കിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും മാർക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ആവർത്തന ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ 90 മാർക്കിന് അപ്പുറം തന്നെ കിട്ടാൻ ശ്രമിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ വീണ്ടും അത് ചെയ്ത് നോക്കണം. ഓക്കെ, വീണ്ടും ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസിലേക്ക് അപ്പോൾ പോകാം. 1, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാൾ. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര, ബംഗാൾ. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ. രംഗഭൂമി പ്രേംചന്ദ്, ബംഗാൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. നാലാമത്തത് മാത്രമാണെന്ത് ചേരാത്തത്. നാലാമത്തത് മാത്രമാണ് ഇവിടെ ചേരാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തത് മാത്രം. സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടത്. സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടത്. ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക, സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഓക്കെ, അടുത്തത്, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തത് മുസോളിനിയുടെ വാക്കുകളാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? മുസോളിനിയുടെയാണ്. അടുത്തത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഏത്? ആൻസർ ഓപ്ഷൻ എ, ഒന്നാമത്തതാണ്. 10:10. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് 10:10. അടുത്തത്, 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന വംശീയവലി ചരിതമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തത്, അതായത് മൂഷക വംശ മഹാകാവ്യം. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ മഹാകാവ്യം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിതമാണ്. മൂഷകവംശ മഹാകാവ്യം. പരസ്പര ബന്ധമില്ലാത്ത തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ബന്ധമില്ലാത്തത് ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? ഓപ്ഷൻ സി 3-ാമത്തതും 4-ാമത്തതും ബന്ധമില്ലാത്തതാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഓക്കെ, നമുക്ക് ശരിയായത് മാത്രം വായിച്ച് പഠിക്കാം. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921 വർഷം. വാഗൺ ട്രാജഡി തിരൂർ നമുക്കറിയാവുന്നതാണ്. പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിലാണ്. 1946 വർഷം.
പുന്നപ്ര വരാർ സമരം 1946 വർഷം. അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അറബിക്കടൽ, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അത്. ഓക്കെ. അടുത്തത്, താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അടുത്തത്, വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ഉപദ്വീപീയ പീഠഭൂമിക്ക് യോജിച്ചവ ഏതെല്ലാം? 1. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. 2. മഹാനദി ഗോദാവരി നദികളുടെ ഉത്ഭവ പ്രദേശമാണിത്. മഹാനദി ഗോദാവരി നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. 3. ധാതുക്കളുടെ കലവറ എന്നും ഉപദ്വീപീയ പീഠഭൂമിയെ വിളിക്കുന്നുണ്ട്. 3 പോയിന്റ്സാണ് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് ശരിയായി വന്നിട്ടുള്ളത്. ഒരു അവസാന ശിലയ്ക്ക് ഉദാഹരണം എഴുതുക. അവസാന ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തത്. ഒരു അവസാന ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? കൽക്കരി. താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? പ്രസ്താവനകൾ നോക്കാം. ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടു. ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 ആയിരുന്നു. ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിലായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. ഇതിൽ ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് നമുക്ക് എഴുതേണ്ടത്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ. അടുത്തത്, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നത് എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, എല്ലാം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 പ്രസ്താവന ശരിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 1974-78 വരെയാണ് നടപ്പിലാക്കിയത്. 74 മുതൽ 78 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഗരീബി ഘടാവോ പരിപാടി നടപ്പിലാക്കി. ആ സമയത്ത് ഗരീബി ഘടാവോ എന്ന പരിപാടിയാണ് നടപ്പിലാക്കിയത്. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്.
നമുക്ക് 1-2 പ്രസ്താവന നമുക്ക് നോക്കാം. 1991 സാമ്പത്തിക നടപടികൾ. ഈ നയങ്ങളെ, സാമ്പത്തിക നയങ്ങൾ 1991 ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പായി തിരിക്കാം. സ്ഥിരീകരണ നടപടികളെന്നും ഘടനാപരമായ പരിഷ്കരണ നടപടികളെന്നും തിരിക്കാം. പിന്നെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണെന്ത്? സ്ഥിരീകരണ നടപടികൾ. ഓക്കെ, അപ്പോൾ 2 ഒന്ന് 1991 സാമ്പത്തിക പരിഷ്കരണമാണ്. അതിൽ ഒന്നാമത്തത് 2 ഗ്രൂപ്പ് അവരുണ്ട്. ഒന്ന് സ്ഥിരീകരണ നടപടികളുണ്ട്, രണ്ടാമത്തത് ഘടനാപരമായ പരിഷ്കരണ നടപടികളെന്നുമുണ്ട് അല്ലേ. അതിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് എന്ത്? സ്ഥിരീകരണ നടപടികളെന്ന് പറയുക. ബാക്കിയുള്ള പോയിൻറ്റ്സ് റാങ്ക് ഫയലുമായി എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പോയിൻറ്റ്സ് കൂടി കളക്ട് ചെയ്ത് എഴുതി വെച്ച് പഠിക്കണം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലാ പരീക്ഷകൾക്കും പല രീതിയിലും പല ഭാഗങ്ങളിലായും ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, അടുത്ത താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴെ പറഞ്ഞ ജോഡി ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരിയല്ലാത്തത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ബാങ്കുകളുടെ ബാങ്കിനെ അറിയപ്പെടുന്ന പേരെന്താണ്? RBI. ബാങ്കുകളുടെ ബാങ്ക് RBI. വാണിജ്യ ബാങ്ക് ഏതാണ്? SBI. വാണിജ്യ ബാങ്ക് SBI. പുതുതലമുറ ബാങ്ക് ഏതാണ്? ICICI ബാങ്ക്. ICICI ബാങ്കാണ് പുതുതലമുറ ബാങ്ക്. ഒന്നുകൂടി, ബാങ്കുകളുടെ ബാങ്ക് RBI, വാണിജ്യ ബാങ്ക് SBI, പുതുതലമുറ ബാങ്ക് ICICI ബാങ്ക്. ഓക്കെ, നെക്സ്റ്റ്, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം ഏതാണെന്ന് നോക്കി എഴുതുക എന്നുള്ളതാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഗതാഗതം എന്ന് പറയുമ്പോൾ അത് തൃതീയ മേഖല. ഗതാഗതം തൃതീയ മേഖല. മത്സ്യബന്ധനം പ്രാഥമിക മേഖല. നിർമ്മാണം എന്ന് പറയുമ്പോൾ അത് ദ്വിതീയ മേഖല. ഗതാഗതം തൃതീയ മേഖല. മത്സ്യബന്ധനം പ്രാഥമിക മേഖല. മത്സ്യബന്ധനവും കൃഷിയും പ്രാഥമിക മേഖലയാണ്. നിർമ്മാണം ദ്വിതീയ മേഖലയുമാണ്. അലോഹധാതുക്കളെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അലോഹധാതുക്കളെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയല്ലാത്ത പ്രസ്താവന നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, അപ്പോൾ അലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതൽ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. പിന്നീട് വന്നത് അലോഹധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപ്പാദനമാണ്. ഓക്കെ, ഇന്ത്യയിൽ മൈക്കയുടെ ഉൽപ്പാദനം, ഇന്ത്യയിൽ മൈക്ക മീൻസ് അപ്പുറം 1ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ശരിയല്ലാത്തത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നീതി ആയോഗ് എന്ന് പറയുമ്പോൾ 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായ പദ്ധതിയാണ് നീതി ആയോഗ്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യമാണ്. പിന്നെ സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം, അതാണ് ഇപ്പോഴത്തെ പോയിന്റ്. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നതും മറ്റൊരു ഉദ്ദേശമാണ്. നീതി ആയോഗിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണ്? സഹകരണ ഫെഡറലിസം. അത് വളർത്തിയെടുക്കുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ മറ്റൊരു പ്രധാന ഉദ്ദേശമാണ്. അടുത്തത് 1919 ക്വസ്റ്റ്യനാണ്. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതെല്ലാം? നമുക്ക് ഈ ചോദ്യം വന്ന് 23 എക്സാമാണിത്.
അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. ഇനി തൊട്ട് 26-ലെ എക്സാമാണ് നമുക്ക് വരാൻ പോകുന്നത്. 24-25 ആയിരിക്കും നമുക്കിങ്ങനെ പഠിക്കേണ്ടി വരിക. ഇവിടുത്തെ ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? അവസര സമത്വം 16-ാം വകുപ്പ്. അവസര സമത്വം 16-ാം വകുപ്പാണ് വരുന്നത്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസിൽ നിന്ന്. ഫ്രാൻസിൽ നിന്നുമാണ് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീർ. അടുത്തത്, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏതാണ്? 1ഉം 3ഉം ശരിയായവയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നാമത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ളതാണ്. ഒന്നാമത്തത് അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുക. പിന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 3 തെറ്റ്. 1ഉം 2ഉം ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ഈ ഒരു പോയിന്റ് തന്നെ ഒരു ക്വസ്റ്റ്യനായി പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ എന്താണെന്നുള്ളത് ക്യാബിനറ്റ് മിഷൻ എന്നുള്ള ഓപ്ഷനും ഉണ്ട് അവിടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിക്കുക. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. നെക്സ്റ്റ്, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. 2 പോയിന്റ് പഠിച്ചു വെച്ചു. ഓക്കെ. ഓക്കെ. അടുത്തത്, നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ എൻ്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ തിരുവനന്തപുരം.
തിരുവനന്തപുരത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. അടുത്തത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷനാരാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? മെഡിസെപ്പ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, പ്രസിഡന്റ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? Sorry for the interference. 31 ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസിഡൻ്റാണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മ ആയിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. മോളിക്കോട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻ ബി, രണ്ടാമത്തത് മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ആന്റണി ഡൊമിനിക്. നെഫ്രൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻ എ കരൾ, വൃക്ക, മസ്തിഷ്കം, ഹൃദയം. ആൻസർ വൃക്കയാണ് ആൻസർ വരുന്നത്. നെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോഴത് നെഫ്രോണുകൾ, വൃക്കയുടെ ഏറ്റവും ചെറിയ ഘടനയാണെന്ത്? നെഫ്രോണുകൾ എന്ന് പറയുക. വൃക്കയുടെ അടിസ്ഥാന യൂണിറ്റ്, വൃക്ക എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ അടിസ്ഥാന യൂണിറ്റാണെന്ത്? നെഫ്രോണുകൾ. കിഡ്നിയുടെ അടിസ്ഥാന യൂണിറ്റാണെന്ത്? നെഫ്രോണുകൾ എന്ന് പറയുന്നത്. അനേകായിരം ദശലക്ഷക്കണക്കിന് നെഫ്രോണുകൾ കൂടിച്ചേർന്നിട്ടുള്ളവയാണെന്ത്? ഒരു കിഡ്നിക്കകത്തുള്ളത്. നെഫ്രോൺ എന്ന് പറയുമ്പോൾ തന്നെ ഘടന, അതിനൊരു ബൊമാൻസ് ക്യാപ്സൂൾ ഇങ്ങനെ ഉണ്ടാവും, അതുവഴി ഒരു കുഴൽ ഇങ്ങനെ വന്നിട്ട് അല്ലേ, പിന്നീട് എഫറൻ്റ് വസൽ അങ്ങനെ വന്ന് അല്ലേ, ഹെൻലീസ് ട്യൂബൊക്കെ ആയിട്ട് ഒരു ട്യൂബിലേക്ക് ഇങ്ങനെ ചേരുന്നതാണ് ചെയ്യുക. ഇത് ബൊമാൻസ് ക്യാപ്സൂൾ. ഈ ഭാഗം ബൊമാൻസ് ക്യാപ്സൂൾ. ഇതിലേക്കാണ് ബ്ലഡ് വെസൽസ് വരിക അല്ലേ. അരിച്ചെടുക്കപ്പെടാനുള്ള ബ്ലഡ് വെസൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ വെച്ച് മൂത്രം ഇങ്ങനെ അരിച്ചു മാറ്റിയിട്ട് ഇതുവഴി അതിങ്ങനെ കടന്നു പോയി ഇതുവഴി പിന്നീട് കുറേ പൊട്ടാസ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണ്ടും അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യപ്പെടും. അത് അവസാനമാണ് എന്ത് ചെയ്യുക? ഈ ലൂപ്പ് ഓഫ് ഹെല്ലിൽ അല്ലെങ്കിൽ ഒരു കളക്റ്റിംഗ് ട്യൂബുകളിൽ വന്ന് ചേരുക. അപ്പോൾ ഇതൊരു നെഫ്രോണാണ്. ഇതുപോലെയുള്ള അരിച്ചുമാറ്റൽ പ്രക്രിയ നടക്കുന്ന സംഭവം ഈ നെഫ്രോണിലാണ്. ഇങ്ങനെയുള്ള അനേകായിരം ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ഒരു കിഡ്നിക്കകത്ത് ഉണ്ടായിരിക്കും. ഒരു കിഡ്നിക്കകത്ത് ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നെഫ്രോണിനെ ബാധിക്കുന്ന അസുഖമായിരുന്നു അല്ലേ, അതാണെന്ത്? നെഫ്രൈറ്റിസ്. അങ്ങനെയാണ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുക, നെഫ്രൈറ്റിസ്. അതിൻ്റെ വൃക്കയുടെ അടിസ്ഥാന യൂണിറ്റ് ശരിക്കും എന്താണ്? നെഫ്രോണാണ്. അപ്പോൾ നെഫ്രൈറ്റിസ് എന്ന് ഓർത്ത് വയ്ക്കാം അല്ലേ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവനകൾ. പിത്തരസം 1, 3 തെറ്റായ പ്രസ്താവനകളാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല, ശരിയായ പ്രസ്താവന അതാണ് ഓടിച്ചേക്കുന്നത്. അതുപോലെ പിത്തരസം ഭക്ഷണത്തെ ചാരഗുണമുള്ളതാക്കുന്നു. പിത്താശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നിയാണെന്ത്? പിത്തരസം എന്ന് പറയാം.
പിത്താശയം എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലേ ഇത് അന്നനാളം അല്ലേ, അത് കഴിഞ്ഞ് ആമാശയം വരുന്നു, ഇങ്ങനെ ആമാശയം വരുന്നുണ്ട്, ഇതാണ് ആമാശയം, ഇത് ആമാശയം അല്ലേ. അവിടുത്തെ ഒരു ചെറിയ ഡിയോഡിനം എന്ന് പറയും, ഈ ഭാഗം ഡിയോഡിനം. അത് കഴിഞ്ഞുള്ളതാണ് ചെറുകുടൽ, ഇതാണ് ചെറുകുടൽ ഈ ഭാഗം. അപ്പോൾ ഇത് ഡിയോഡിനമാണ്. ഇതിനിടയ്ക്ക് കാണപ്പെടുന്ന ഭാഗത്ത് പക്വാശയം വരിക. ഇവിടെ പക്വാശയമുണ്ട്, പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയുമുണ്ട്. പക്വാശയം എന്ന് പറയുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അല്ലെങ്കിൽ രസങ്ങളാണെന്ത് രാജ്ഞ അല്ലെങ്കിൽ രാസാഗ്നിയാണെന്ത് പിത്തരസം എന്ന് പറയുക. അത് ക്ഷാരഗുണമുള്ള ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ആമാശയത്തിൽ വരുന്ന ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ ഫുഡ് ശരിക്കും എന്താണ്? ആമാശയത്തിൽ അസിഡിക് സ്വഭാവമുള്ളതാണ് അല്ലേ. അത് കഴിഞ്ഞ് ഡിയോഡിനത്തിലേക്ക് വരുമ്പോൾ, അതായത് ഈ ആമാശയം കഴിഞ്ഞിട്ട് ചെറുകുടലും കൂടെ അതിന് രണ്ടിന് ഇടയ്ക്കുള്ള ഭാഗമാണെന്ന് ഡിയോഡിനം എന്ന് പറയുന്നത്. ഡിയോഡിനം അവിടെയാണ് ശരിക്കും ആര് കാണുക? ഇവിടെ ഇങ്ങനെ പാൻക്രിയാസ് ഇങ്ങനെ ഗ്രന്ഥികൾ കാണപ്പെടുന്നതും പക്വാശയം പിത്തസഞ്ചി എന്ന് പറയാമല്ലോ, പിത്താശയം പിത്തസഞ്ചി അതും കാണുക. അപ്പോൾ ഇത് രണ്ടും ഈ അതെന്താ പറയുക ഡിയോഡിനത്തിൻ്റെ ഭാഗത്താണ് കാണുക. അതായത് ആമാശയം കഴിഞ്ഞ് ചെറുകുടൽ തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാഗത്താണ് കാണുക. അപ്പോൾ അങ്ങനെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഇവിടെ കാണുക, നമ്മുടെ സ്റ്റൊമക്ക് ആമാശയത്തിൽ കാണപ്പെടുക. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് പിത്താശയം, ഡിയോഡിൻ ആ ഭാഗത്ത് വരിക. അവിടെ വെച്ച് എന്താകുന്ന ഭക്ഷണത്തിനെ എന്താവും? ക്ഷാരഗുണമുള്ളതാക്കി തീർക്കുന്നു. എന്നിട്ട് എങ്ങോട്ട് പോവുക? ചെറുകുടലിലേക്ക് പോവുക. ഓക്കെ, നെക്സ്റ്റ്, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് ഏത്? വിറ്റാമിൻ എയുടെ തുടർച്ച അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് ഏത്? കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ. കോർണിയ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ഏറ്റവും മുകളിലുള്ള പാളി അല്ലേ, കോർണിയ എന്ന് പറയുമ്പോൾ. ആൻസർ എന്താണ്? സിറോഫ്താൽമിയാണ്. കോർണിയ എന്ന് പറയുമ്പോൾ അത് സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് നമുക്ക് എന്താ അസുഖം ഉണ്ടാവുക? നിശാന്തതയാണ് ഉണ്ടാവുക. നിശാന്തത, കണ്ണ് മങ്ങി വിളിച്ചത് കാണത്തേയില്ല. ഇവിടെ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയെ കോർണിയ വറ്റി വരണ്ടു പോകും. കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണെന്ത്? സിറോഫ്താൽമിയ എന്ന് വരിക. തിമിരം എന്താണ്? ലെൻസ് ഇല്ലാണ്ടാവും അല്ലേ, ലെൻസിൻ്റെ പവർ നഷ്ടപ്പെടുന്നതാണ് തിമിരം എന്ന് പറയുക. നിശാന്തത എന്താണ്? മങ്ങി വെളിച്ചത്തിൽ കാണാൻ കഴിയാത്തതാണ് നിശാന്തത എന്ന് പറയുക. ഗ്ലോക്കോമ എന്താണ്? അതായത് കണ്ണിനകത്ത് രണ്ട് ദ്രാവകമുണ്ട്, വിട്രിയസ് ഹ്യൂമറും അക്യൂസ് ഹ്യൂമറും ഉണ്ട് അല്ലേ. ഇതിനകത്തുള്ള ആ ദ്രാവകങ്ങളുടെ മർദ്ദവ്യത്യാസം മൂലം അല്ലേ, അതിൻ്റെ പ്രഷർ അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണെന്ത്? ഗ്ലോക്കോമ എന്ന് പറയുന്ന സാധനം എന്ന അസുഖം. ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണ്? ആൻസർ നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചവ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളക്രമം രാത്രിയും പകലും അറിയാൻ കഴിയുന്നതാണെന്ന് മെലാറ്റോണിൻ എന്ന് പറയുക. താളക്രമത്തെ നിയന്ത്രിക്കുന്നത് രാത്രിയും പകലും നമുക്കറിയാൻ കഴിയുന്നത് എങ്ങനെയാണ്? മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ നാലാമത്തത് അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ. അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ശരിക്കും ഏതാണ്? തൈറോക്സിൻ അല്ലേ, തൈറോക്സിനാണ് എൻ്റെ ഹോർമോൺ. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ആഗ്നേയഗ്രന്ഥിയുടേത് ഇൻസുലിനും അതുപോലെ ഗ്ലൂക്കഗോണും. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. അടുത്തത് കാർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? 2018 ഒക്ടോബറിൽ. കാർസാപ്പ് ആൻറ്റി മൈക്രോബിയൽ മൈക്രോബ്സിനെതിരെ, സൂക്ഷ്മജീവികൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പദ്ധതികൾ പ്ലാൻ ചെയ്തത് എപ്പോഴാണ്? 2018 ഒക്ടോബറിലാണ് പ്ലാൻ നടക്കുന്നത്. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ സ്വീഡനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ. ഓപ്ഷൻ സി നോക്കേണ്ട പ്രസ്താവന ശരിയാണ് കേട്ടോ. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും
മിഥ്യാപ്രതിബിംബം ആയിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഇതല്ലെങ്കിൽ പോലും അതിൻ്റെ ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ രീതിയും പല ഭാഗത്തും ചോദിക്കുന്നുണ്ട്. നന്നായി അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏതാണ്? ആൻസർ പാസ്കൽ നിയമം. മണ്ണുമാന്തി യന്ത്രം പാസ്കൽ നിയമമാണ്. മണ്ണുമാന്തി യന്ത്രം പാസ്കൽ നിയമമാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങ് ആകും? 4 മടങ്ങാണ് ആകുന്നത്. 4 മടങ്ങ് ആകും. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുവാനുള്ള ISRO പദ്ധതിയുടെ പേര് എന്താണ്? ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിൽ എത്തിക്കാനുള്ള ISRO പദ്ധതിയുടെ പേരെന്താണ്? ഗഗൻയാൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗുരുത്വ തരംഗം. ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ. ലിഥിയം 73 ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഇലക്ട്രോൺസ്, 3 പ്രോട്ടോണ്, 4 ന്യൂട്രോൺ അല്ലേ? 7 എന്ന് പറയുമ്പോൾ 4 + 3 ഇലക്ട്രോൺ പ്രോട്ടോണിൻ്റെ കൂടെ കൂട്ടാണ്. ഇലക്ട്രോൺസ് 3 എണ്ണം. അപ്പോൾ 3 ഇലക്ട്രോണ്, 3 പ്രോട്ടോണ്, 4 ന്യൂട്രോൺ. പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേതാണ് ശരി. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ഉയരുന്ന വായുകുമിള മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മോഹിനിയാട്ടം. രാജരവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആൻസർ. രവിവർമ്മ എന്ന് പറയുമ്പോൾ വീണ മീട്ടുന്ന സ്ത്രീ അദ്ദേഹത്തിൻ്റെയാണ്. ഹംസവും ദമയന്തിയും രാജരവിവർമ്മയുടേതാണ്. വിശ്വാമിത്രനും മകളും അദ്ദേഹത്തിൻ്റെതാണ് അല്ലേ? അല്ലാത്തത് വരുന്നത് ഉമയുടെ തപസ്യ മാത്രം. വീണ മീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാളി കവി ആരാണ്? വള്ളത്തോൾ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവിയാണ് വള്ളത്തോൾ. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ്റെ പരാജയം. ആരുടെ വാക്കുകൾ ആണിവ? ആൻസർ ONV കുറുപ്പ്. ONV കുറുപ്പ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പെരിയാർ. ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴയുടെയാണ്. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയ്ക്കുള്ളതാണ്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് എന്താണ്? കൂട്ടെന്നാണ്. കൂട്ട്. ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്നുണ്ടാക്കിയതാണ് കൂട്ട്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി IT ആക്ട് 2000 ആൻഡ് 2008 ഏത് സെഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്?
66D IT ആക്ട് 2000 ആൻഡ് 2008 മുതൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുക? 66D. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ആൻസർ കീബോർഡ്. ഏത് തരംഗങ്ങളെയാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, റേഡിയോ തരംഗം. അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്താവനയും കാരണവുമുണ്ട്. പ്രസ്താവന നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. അതിൻ്റെ കാരണം പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിനു കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പ്രസ്താവനയാണ്ട് കാരണവും ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന് ഇതിൽ എല്ലാ ഓപ്ഷൻസും വായിച്ച് നോക്കിയെങ്കിൽ മാത്രം നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ പ്രസ്താവന തെറ്റാണ്, പക്ഷേ അതിൻ്റെ കാരണം ശരിയാണ്. പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. ഓക്കെ, പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. ഇത് ശരിയാണ്, തെറ്റ്. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മുതൽ ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? മൂന്നാമത്തേതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, അത് പഠിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുമ്പോൾ, പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അല്ലേ, 19-20 ജൂലൈ 20 2019-20 എന്ന് ഓർത്തിരിക്കാം. ആ ഒരു ഇയർ 2019-20 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെതാണ് പുതുക്കിയത്. അടുത്ത 61 വയസ്സുള്ള എ എന്ന് വിഭാവനായ വ്യക്തി തൻ്റെ മക്കളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, ഇസഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? ആൻസർ എക്സിനും വൈക്കും തുല്യമായി. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005-19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവൃത്തികളാണ് പരാതിക്കാരിക്ക് ലഭിച്ചിട്ടുള്ളത്? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005-19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവൃത്തികളാണ് പരാതിക്കാരിക്ക് ലഭിക്കുന്നത്? ആൻസർ എയും ബിയും അവർക്ക് ലഭിക്കുന്നുണ്ട്. എയും ബിയും ലഭിക്കുന്നുണ്ട്. അത് പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. പിന്നെ പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. ഇത് രണ്ടും ഉണ്ട്. ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? ആൻസർ 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? ഓക്കെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ
ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. 29, 30. ഓപ്ഷൻ സി 29, 30 ആണ്. നെക്സ്റ്റ്, വൈ അക്ഷം പ്രതിസാമിതാക്ഷമായി എടുത്താൽ 3, 4 ബിന്ദുവിൻ്റെ പ്രതിബിംബമായി വരുന്ന ബിന്ദു ഏതാണ്? ഓപ്ഷൻ ഡി. ഒരു സമാന്തര ശ്രേണിയിലെ പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുക 3n² + 1 ആയാൽ പൊതുവ്യത്യാസം എത്രയാണ്? ആൻസർ ഇല്ല അല്ലേ. അബു സലീം എന്നിവർക്ക് ലഭിച്ച ലാഭത്തെ 5:3 അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപ വീതം ലഭിച്ചു. ആൻസർ ഓപ്ഷൻ സി 6000. 74 ആൻസറും കറക്റ്റ് അല്ല. 75. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 9:8. ഒരു ദ്വിമാന സമവാക്യത്തിൻ്റെ മൂലഗണത്തിലെ ഒരംഗം 3 + √7 ആയാൽ മൂലഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 2. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഈയഗോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി എത്രയാണ്? ഓപ്ഷൻ സി 40. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിട്ടുള്ള സമചതുരത്തിൻ്റെ ഒരു വശം 20 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ആൻസർ 2π. √2n ആയാൽ 1024 ആയാൽ n = എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചാൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ 2/3 ഭാഗം എടുത്ത് ചായ ഇട്ടുവെങ്കിൽ ചായക്കെടുത്ത പാൽ എത്ര ലിറ്ററാണ്? ആൻസർ ഓപ്ഷൻ സി 1/2 ലിറ്റർ. ചേഞ്ച് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് വൺ? ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി എന്നുള്ളതിനെ അതിനെ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. റാണി പറഞ്ഞതായിട്ട് മാറ്റി വെക്കണം. ആൻസർ നമുക്ക് ഏത് എഴുതാൻ പറ്റും? റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. റാണി സെഡ് ദാറ്റ് റാണി പറഞ്ഞു ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. ലാസ്റ്റ് വീക്ക് ചേഞ്ച് ഇൻ ടു ദ പ്രീവിയസ് വീക്ക് ആയിട്ട് മാറി. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. What does the prefix extra mean the word extraordinary? എക്സ്ട്രാ എക്സ്ട്രാ എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? ബിയോണ്ട് എന്നർത്ഥം. ബിയോണ്ട് എന്നാണ് അർത്ഥം. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. ഇവിടെ എ ഈസ് എ ഫീമെയിൽ ഷീപ്പ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഫോർ സ്റ്റിമുലസ്. Answer option C stimuli. Find out the correct answer for the conditional sentence. Answer would have got. Fill in the blanks with the correct degree of comparison. Answer option B. The exam is easier than the last one. What is a synonym of a sore? എൻ്റെ ആൻസർ ഇവിടെ ഇല്ല കേട്ടോ. ഓക്കെ. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ ടാഗ് ഐ ആം എൻ ആർട്ടിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ. ആമിൻ്റെ കൂടെ നോട്ട് വരില്ല. അപ്പോൾ ആമില്ല അവിടെ. അപ്പോൾ എന്ത് ചെയ്യണം? ആൻസർ ഏത് വരുന്നുണ്ട്? ആൻസർ ആം നോട്ട് എന്ന് പറയില്ല, പകരം ആർ നോട്ട്. ആറിൻ്റെ ഐ എന്നേ പറയുള്ളൂ. ആറിൻ്റെ ഐ. ഓക്കെ. ആം നോട്ട് ഐ എന്നാണ് നമുക്കിവിടെ വരിക അല്ലേ. ആം എടുക്കാം, നോട്ട് ചേർക്കണം. ഇവിടെ നോട്ടില്ലാത്തതുകൊണ്ട് നോട്ട് ചേർക്കണം. സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ ആം നോട്ട് ഐ എന്ന് പറഞ്ഞതിന് പകരം ആറിൻ്റെ എന്നേ പറയുള്ളൂ. ആം നോട്ട് പറയില്ല, ആറിൻ്റെ ഐ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് അപ്പാർത്തീഡ്. അപ്പാർത്തീഡ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ്നെസ്. വാട്ട് ഈസ് ദ മസ്കുലൈൻ ജെൻഡർ ഓഫ് ഡച്ച്നെസ്?
ഡച്ച്നെസ്സിൻ്റെ ജെൻഡർ ഡ്യൂക്ക്. അതെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഡച്ചും ഡ്യൂക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? സതീർത്ഥ്യൻ എന്നുള്ളതിൻ്റെ സി ആണ് ആൻസർ, സി. പറയാൻ ആഗ്രഹിക്കുന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നവൾ, വിവക്ഷ. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? മധുരം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന പദത്തിന്, ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ്? സി, കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ജക്ഷം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ശിങ്കിടി പാടുക. ചുമ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കാസം. കാസം വലിക്കാന്ന് കേട്ടില്ല, ചക്രശ്വാസം വലിക്കുക അല്ലെ, ചുമ. കരി പ്ലസ് പുലി, കരിമ്പുലി. കരി പ്ലസ് പുലി, കരിമ്പുലി, കരിമ്പുലി. പൂച്ചക ബഹുവചനത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് അല്ലേ? പ്ലൂറൽ പോലെ ഒറ്റയായിട്ട് നമ്മൾ വാക്ക് ഉപയോഗിക്കുന്ന പദം, ഒറ്റയ്ക്ക് ഉപയോഗിക്കത്തില്ല, നമ്മൾ ഒരു ഗ്രൂപ്പിനെ ഒറ്റയായിട്ട് ഉപയോഗിക്കുന്നു. പൂച്ചക ബഹുവചനം. സ്വാമികൾ. വെയിൽ നാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം ഏതാണ്? വെയിലിൻ്റെ നാളം. ഗ്രഹിക്കുക എന്നൊക്കെ പറയില്ലായിരുന്നോ? വെയിൽ നാളം, വെയിലിൻ്റെ നാളം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണുക. സപ്പോർട്ട് മീ എ ലോട്ട്. താങ്ക് യു.